ഫുഡ് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് മണിക്കൂർ 2 മണിക്കൂറായിട്ട് നടത്തിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗൈസ്. റൂമിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയാണ്, നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ ഒരു കാണുന്ന സ്ഥലമാണ് സഹറ സെൻറ്റർ. അങ്ങോട്ട് നടന്ന് പോകുന്നത്. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സഹറ സെൻറ്ററാണ്. ഇതിലേ കൂടെ ഇങ്ങനെ നടന്നു പോവാം. കുറേ നേരമായി ഗൈസ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വന്നത് തന്നെ പ്രവീണെ കാണാനായിട്ടാണ്. അവളിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അവളെ കാണാൻ വേണ്ടിയാണ് വന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു, പക്ഷേ ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രവീണ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് മീറ്റപ്പിനൊക്കെ ഉണ്ടായിരുന്നതാണ്. പഴയ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എവിടെ വേണ്ട, നിന്നെ തന്നെ എടുക്കാം. വാ 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 അവളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞല്ലേ, അതാ പേര് പറഞ്ഞെങ്കിൽ പരിചയപ്പെടുത്തി. ഇതാണ് കേസ് പ്രവീണ. ചിന്നു എന്ന് പറയും. ചിന്നു അല്ലേ? വാ വാ സെക്കൻഡ് വാ, ചേട്ടൻ പിടിച്ചോ. ഇങ്ങോട്ട് വാ, നടന്നോണം. ഇത് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെന്നാണ് ഈ പറഞ്ഞത്? രാവിലെ വരണോ, ഉച്ചയ്ക്ക് വരണോ, വൈകിട്ട് വരണോ എന്ന് ആലോചിച്ചത്. ഈ രാത്രിയോ? ഓ അതുകൊണ്ടാണല്ലേ. പക്ഷെ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലേ ഫുഡിൻ്റെ പരിപാടി? പണ്ട് കായംകുളം കൊച്ചിന് കാണാൻ വന്നതാ, പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ ഡ്രോൺ പറത്തിയൊക്കെ അടിപൊളിയായിരിക്കും. ഈശ്വരെടുത്ത് ഡ്രോൺ പറത്തിയിട്ടെ, പക്ഷേ ഇവിടെ അങ്ങ് പറത്താൻ സമ്മതിക്കത്തില്ല. മാളിനകമല്ലേ. ഈ ഒരു സാധനം കണ്ടോ, ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നതാണ്. ഇതും അതാണ് തന്നെ. കാണണ്ട, പ്രവീണ ചിന്നും അവിടെ നിൽക്കുന്നു. നമുക്ക് നടന്നു പോവാം. ബാ, നടന്നു വന്നു. അങ്ങോട്ടല്ല, അങ്ങോട്ട് തിരിച്ചു പോവാം. ജസ്റ്റ് അങ്ങനെ തിരിഞ്ഞ് നടന്നു പോവുകയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറുള്ള. കുറേ പേര് കാണാമായിരുന്നു, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബോർ. നമുക്ക് പുറത്തോട്ട് പോവാം. ഇവിടെ എല്ലാം ഗെയിമിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഫുള്ള് ഗെയിം ആൻഡ് ഗെയിം കൺട്രോളിങ്. വേളയിൽ ട്രെയിൻ പോകുന്നത്, കുട്ടികൾ കളിക്കുന്നത്, സാധനങ്ങൾ, കാറ്. ഗെയിം കളിക്കുന്ന സ്ഥലങ്ങൾ ഇതിനകത്തുള്ള. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാധാരണ മാൾ പോലെ ഉണ്ടല്ലോ. ഡോൾഫിനാ? മറ്റേ ഇതല്ലേ പാവയ്ക്ക് പറയുന്ന വേറെ എന്ത് പറയുന്ന ഡോളോന്നാ. ഞങ്ങൾ പുറത്തിറങ്ങി. പാനി S20 മറ്റേനകത്തെ കാരണം കിട്ടിയാണ്. സൂര്യൻ ഉദിക്കാല്ല, അസ്തമിക്കുന്നില്ല. അസ്തമിച്ച് വരുന്നു.
കടലാണോ? അതിനകത്ത് കിട്ടുന്നുണ്ടോ ഓക്കെ? ആ അതിനകത്ത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എവിടെ കിട്ടുന്നു? എൻ്റെനേക്കാളും ബെറ്റർ ഉണ്ടോ നമുക്ക്? ഓ വേണ്ട, നല്ല അടിപൊളിയായിട്ട് ഇതായിരുന്നോണ്ടിരിക്കുകയാണ്. ഐഫോണാണോ? ഐഫോണ് പറഞ്ഞേക്കോ? വായിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് വന്നേ, വാ അങ്ങോട്ട് വാ, ഇവിടെ വാ. നീല്ല കൊച്ചുപിള്ളാറാണൊക്കെ ഇങ്ങോട്ട് ഇന്നാ. എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറായിട്ട് നടത്തിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 5 മണിക്ക് വന്ന് ഞാനാണ്. ഇപ്പം മണി ഇവിടെ 6-7 മണി ആയിരിക്കുകയാണ്. 5 മണിക്കാണ് 4. എപ്പോഴും ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും ക്യാമറ നോക്കി ഓണാക്കാൻ തോന്നും. ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ എപ്പോഴും ഈ ദുബായ് പിടിച്ച് ഷാർജ അല്ലെങ്കിൽ സ്ഥലത്ത് പിടിച്ചുള്ള സ്ഥലത്ത് എപ്പോഴും വരുമ്പോൾ ഞാൻ ഇത് ഓണാക്കി എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും. അന്ന് വേറൊരു ഫ്രണ്ടായിരുന്നു പയേശ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് കാണും. ഈ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഫുഡ് മേടിച്ചാലെന്ന് പറഞ്ഞു ഗൈസ്. പറ്റിക്കാണ് ഗൈസ്. ലൈവ് ആയിരുന്നെങ്കിൽ ഇപ്പം ആരെങ്കിലും പൊങ്കാലില്ല. മതി എന്നെ കാണിക്കണ്ടായിരുന്നു. മതി ഫാൻസി. എന്ത് ഫാൻസി? അയ്യോ അന്നത്തെ അല്ല ആര് വീഡിയോ അല്ലേ? ഞാൻ ഇവിടെ സാമ്പാണിക്കോടിയിലെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വെള്ളത്തിൽ കൂടെ നടക്കുന്നു. അതിനകത്ത് അവിടെ കച്ചവടമായി. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല, നമുക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു ചായ ഒരു പഴംപൊരി പിടിച്ചാൽ നമ്മളെ 3 കിലോമീറ്റർ നടത്തിച്ചെന്നെ. എന്ത് സ്വഭാവമാണ്. നടക്കൂ രതീഷ്, എഴുതിയേക്കൂ രതീഷ്. ചായ, അയ്യോ അവിടെ ചായ. ഞാൻ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡ് ചായയും ചായക്കടയും കിട്ടുന്നത്. റെസ്റ്റോറന്റ് അത് പാക് ദർബർ എന്ന് പറയും. അവിടെ മറ്റേ റൊട്ടി കിട്ടും, പിന്നെ മറ്റേ ദാൽ കറി. അല്ല ദാല്, അത് മതിയോ? ഇപ്പൊ ദുബായ് വന്നിട്ട് ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ആണല്ല, പെണ്ണാണ്. ആരും മണങ്ങി പോത്തില്ല. എന്തിന്? ഏത് ഫ്രണ്ട്സ്? കൈ അടിക്കുന്നു. ഗേൾ ഫ്രണ്ട്സ്, ആരാധികമാർ, ആരും പഴകി പോയത്. നീയാണ് ആകെ ഉള്ള ഒരു ആരാധിക. പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത്. ഇതിലും പേരാണ് അവിടെ എവിടെയെങ്കിലും നോക്കാം. ബ്രാൻഡ് ചിന്നു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലടാ. ചിന്നു എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഞാൻ പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിന്നു എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് നെയിം. നിനക്ക് വൈകാതെ എനിക്ക് മനസ്സിലാക്കി ഞാൻ തരാം. അയ്യോ, ഇന്നത്തോടെ എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ ഇത്ര ആണുങ്ങളുള്ള ഇടയ്ക്കൂടെ നീ കയറുമോ? പിന്നെ നാണമ്മനൊന്നും ഇല്ലല്ലോ. അത്ര അങ്ങനെ പാകിസ്ഥാനികളാണ് ഞാൻ തോന്നുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ടോ? ഞങ്ങളെ കണ്ടത് മതി. പെണ്ണ് കാണുന്നുണ്ടോ? നീ ആണ് കാണുന്ന കൂടെ കണ്ടോ? ഞാൻ കണ്ട് ആണുങ്ങളൊക്കെ വായി നോക്കുന്നത്. നീ എന്ത് കേട്ടില്ല? മുറിക്കാൻ വന്നെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ വയറ്റിൽ ഗ്യാസ് കാറ്റടിച്ചു തുടങ്ങി. എനിക്ക് ഇവിടുന്ന് കയറിയോ? ഒരു കൊച്ചു കട കണ്ടു. അത് 2 മെമ്പറെ കണ്ടുകൊണ്ട് ഇവിടെ കയറാന്ന് പറയുന്നത് ഗൈസ്. എന്താ എന്താ? സമൂസ, ഇതെന്ത് സാധനമാണ്? അത് കാണിച്ചത് എന്നാണ് കാണിച്ചത്? ഒരു വ്യൂ കിട്ടുന്നില്ല. എടുക്കുന്നില്ലേ? എന്താ വാങ്ങിക്കണേ? എടാ നീ എന്നെ കാണിച്ചാ? ഇവിടുന്ന് വേണോ അതോ നീ എവിടുന്നെങ്കിലും
ഈ ചായയും മറ്റേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. വിശക്കിന് മണിക്കൂർ 3 നടക്കുന്നു. വയറ് നിറച്ച് ഫുഡ് മേടിച്ചാൽ ഞങ്ങൾ വീണ്ടും വന്നു. ഒരു ചായക്കടയെ കൊണ്ടുവന്നിട്ട് ചായയും മറ്റു സമൂസ അതും ഇതൊക്കെ വേണം കഴിച്ചോളാൻ പറഞ്ഞിട്ട് അവർക്ക് പറയാം ഈ ചായയും സമൂസ കഴിപ്പിക്കാനാണ് 3 കിലോമീറ്റർ നടത്തിയത്. നമ്മൾ ഇഷ്ടത്തോടെ പച്ചവെള്ളം കൊടുത്താലും വച്ച് കഴിക്കണോ കുടിക്കണമെന്നാണ്. നമുക്ക് എങ്ങനെ തന്നെ ഇവര് നോക്കി ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണിച്ചു തരാം. അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് 2 മിനിറ്റ്. സാർ സെൻറ്റർ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടല്ല നടന്നു വന്നു. ഇത് മലയാളി കടയാ ഫുള്ള് പോക്കോ കയറി പോ. നടത്തും. അവിടം വരെ നടന്നാൽ മതി. ഇനി തിരിച്ച് ഞാൻ ബസ് കയറണമെങ്കിൽ വീണ്ടും ഞാൻ 5 കിലോമീറ്റർ പോകണം. ഇവിടുന്ന് ബസ് കിട്ടുന്നില്ലേ? ഇവിടെ തന്നെ ബസ് കിട്ടാനാ. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നല്ല കിട്ടുമോ? മെട്രോ സ്റ്റേഷനിൽ പോകണം. ഇവിടെ നിന്നാൽ ബസ് കിട്ടും. എന്നിട്ട് അല്ലാതെ മെട്രോ സ്റ്റേഷൻ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് ഷാർജയ്ക്ക് ബസ് കിട്ടും. 313. അതെപ്പോഴാണ് അറിയില്ല. ഇന്നലെ എന്തായിരുന്നു ചോദിച്ചാൽ വെള്ളം അടിച്ചാണ് ഞാൻ. വെള്ളം ഒഴിച്ച് ഞാൻ മലയാളം അങ്ങനെ ടൈപ്പ് ചെയ്യൂ. ആ ശരിയാ. അപ്പൊ വെള്ളമല്ല വേറെ എന്താണ് അവിടെ വരെ പറഞ്ഞിട്ട് അവിടെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ? അവിടെ എല്ലാവരും ഒരുപാട് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. എവിടെയാ ആ വെള്ള ലൈറ്റ് കത്തണ്ട 3 എണ്ണം. ഇനി 2 മുങ്ങി. എവിടെ നടക്ക്. എനിക്ക് ഫുഡ് വേണ്ടടാ. ഞാൻ പോണം തിരിച്ച്. നടക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി വയറ് പറയാം. 3 മണിക്കൂർ. പക്ഷേ നമ്മുടെ സുചിത്ര ഇതാണ് പറഞ്ഞത്. പാവാട പൊക്കി പിടിച്ചട്ടെ. അല്ല അതിനു മുമ്പ് കുറെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതെല്ലാം കിട്ടിയാണ് നല്ലപോലെ കിട്ടി. എന്നിട്ട് പറയാ ആ പൊക്കി പിടിച്ച് ഇച്ചിരി സൂം ചെയ്തിട്ട് അങ്ങോട്ട് മാക്കി പൊക്കി പിടിക്കാവുള്ളത്. അത് ഇവിടെ വരെ കാണിക്കാവുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഏതിനാ രുചി കൂടുതൽ? ചിക്കനാ? ചിക്കനാണോ ബീഫിനാണോ? ഞാൻ നോക്കിയിട്ട് പറയാം. വെള്ളം അടിക്കാത്തൊരു നോക്കി പറയട്ടെ. നീയല്ലേ ബക്കാടി വോഡ്ക മറ്റേത് ജിന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം എനിക്ക് മനസ്സിലായി നല്ല കീറാന്ന്. ചിക്കനും കഴിച്ച് ബീഫും കഴിച്ചു. ഏതിനാ രുചി? ബീഫാണോ? അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് ഞങ്ങൾ സാറ് സെൻറ്ററിൽ നിർത്തി. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ നിർത്തിയിരിക്കുന്നു. കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ച് കുത്തിയിരിക്കുന്നു. ഇടിയപ്പം ഇല്ലേ? ഇനി പോയി കയറിയാട്ടെ ആ ബസ്സിൽ. അതാ പറഞ്ഞ കണ്ട ആണുങ്ങളെ വായി നോക്കില്ല പരിപാടി. ആ അങ്ങനെ ചിന്നു പോവുകയാണ്. വണ്ടി കയറി പോകുന്നു. ഈ ഒരു വണ്ടിയിലാണ് കയറി പോകുന്നത്. കയറി പോകാൻ പോകും. ഇതാണ് സഹാറ സെൻറ്റർ. ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ അവസാനിച്ചു. ഇതുണ്ട റോളയിലോട്ട് വന്ന വണ്ടിയാണ്. ആ റൂട്ടിലോട്ട് അവർക്ക് പോകേണ്ടത്. അപ്പം ഗൈസ് ആ ഒരു വണ്ടിയിലാണ് അവൾ പോകാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി എന്നെ കാണാം. ഇറ്റ്സ് മീ അജിൽ സൈനിങ് ഔട്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയുക.
കല്യാണം കഴിക്കാത്ത ഒന്നിനേക്കാൾ കല്യാണം കഴിച്ചിട്ടുള്ള എന്താ സൗന്ദര്യം കൂടുന്നത് എങ്ങനെ ആ എനിക്കറിയില്ല. അറിഞ്ഞൂടെ? ബാ പറഞ്ഞു തരാം ബാ. പറ.